ചെമ്പനീർ പൂവിന്റെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കല്യാണം കഴിഞ്ഞ് കുറച്ച് നാളുകൾക്ക് ശേഷം ശ്രുതിയോട് നമുക്ക് ഹണിമൂണിന് പോകണം, ടിക്കറ്റ് ബുക്ക് ചെയ്യാനൊക്കെ പറയുമ്പോൾ അതിനുള്ള കാശ് ശ്രുതിയുടെ കയ്യിലില്ല കേട്ടോ. അങ്ങനെ ചന്ദ്ര അലമാരയിൽ സൂക്ഷിച്ചു വെച്ച 1 ലക്ഷം രൂപ ആരും കാണാതെ മോഷ്ടിക്കുകയാണ് ശ്രുതി. ആ കാശ് കൊണ്ട് ശ്രുതി ടിക്കറ്റ് ബുക്കും ചെയ്യുന്നുണ്ട്. അടുത്ത ആഴ്ച നമ്മൾ രണ്ടുപേരും ആൻഡമാനിലേക്ക് പോകുന്നു ഹണിമൂണിനായിട്ട് എന്ന് ശ്രുതി പറയുന്നത് കേട്ട് ശ്രുതിക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ആ മോഷ്ടിച്ച കാശിൽ നിന്ന് തന്നെ തന്റെ സാലറി ആണെന്ന് കള്ളം പറഞ്ഞ് ശ്രുതിയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നുണ്ട് കേട്ടോ ശ്രുതി. അപ്പൊ ഇത് കാണുന്നതും എനിക്ക് നിന്നെ കുറിച്ച് ഒരുപാട് അഭിമാനം തോന്നുന്നു ശ്രുതി. നിന്റെ ആദ്യത്തെ ശമ്പളം എന്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കുകയാണ് കേട്ടോ ശ്രുതി ചെയ്യുന്നത്. പിറ്റേന്ന് ചന്ദ്ര അലമാര തുറന്നു നിൽക്കുന്നതും ആ കാശ് നഷ്ടപ്പെട്ടതായിട്ട് അറിയുന്നുണ്ട് കേട്ടോ ചന്ദ്ര. ഉടനെ തന്നെ ശ്രുതിയോട്ടായിട്ട് പണം കണ്ടു എന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല എന്ന് കള്ളം പറയാണ് ശ്രുതി. ഇന്നലെ രേവതിയുടെ അനിയൻ ഈ വീട്ടിലേക്ക് വന്നിരുന്നല്ലോ, അവൻ തന്നെയായിരിക്കും എന്റെ പണം മോഷ്ടിച്ചത് എന്ന് ചന്ദ്ര പറയുമ്പോൾ അത് അമ്മേ അവൻ തന്നെയായിരിക്കും പണം എന്ന് ശ്രുതിയും പറയുന്നുണ്ട്. രേവതിയുടെ അനിയൻ തന്നെയായിരിക്കും ആ കാശ് എടുത്തത് എന്ന് ശ്രുതിയും പറയുമ്പോൾ ഇത് കേൾക്കുന്ന രേവതിയാണെങ്കിൽ എന്റെ അനിയനെ കുറിച്ച് അനാവശ്യം പറയരുതെന്ന് പറഞ്ഞ് ചൂടാവുന്നുണ്ട് കേട്ടോ. എനിക്ക് സംശയം ശ്രുതിയാണ്, ഇവൻ തന്നെ ആയിരിക്കും എന്ന് സച്ചി പറയുമ്പോൾ സ്വന്തം വീട്ടിലെ കാശ് ആരെങ്കിലും മോഷ്ടിക്കുമെന്ന് ശ്രുതി ചോദിക്കുമ്പോൾ 55 ലക്ഷം രൂപ ഇവൻ അടുത്ത വീട്ടിൽ നിന്നൊന്നും അല്ല എടുത്തുകൊണ്ട് പോയത്, ഇവൻ തന്നെ ആയിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെ വായടപ്പിക്കുന്നുണ്ട് കേട്ടോ സച്ചി. ഇവളുടെ അനിയൻ തന്നെയായിരിക്കും മോഷ്ടിച്ചിരിക്കുന്നത്. എടാ ശ്രുതി, ഇവരോട് സംസാരിച്ചിട്ടൊന്നും കാര്യമില്ല, നീ പോലീസിനെ വിളിക്കുക, അവരവനെ കൊണ്ട് എല്ലാം തത്ത പറയുന്ന പോലെ പറയിപ്പിക്കും എന്നൊക്കെ ചന്ദ്രമതി പറയുമ്പോൾ അവൻ ഒരിക്കലും എടുക്കില്ല, അവന്റെ ഫ്യൂച്ചർ ഇല്ലാതാക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപേക്ഷിക്കുന്നുണ്ട് കേട്ടോ രേവതി ചന്ദ്രമതിയുടെ മുന്നിൽ. പോലീസിനെ വിളിക്കാൻ ചന്ദ്രമതി ശ്രുതിയോട് പറയുമ്പോൾ വിളിക്കട്ടെ രേവതി, നിന്റെ അനിയൻ അല്ല എടുത്തതെന്ന് നമുക്കറിയാലോ, പിന്നെ നമ്മൾ എന്തിനെ പേടിക്കുന്നത്, ആരോ കാശെടുത്തതെന്ന് അവർ തന്നെ കണ്ടുപിടിക്കട്ടെ എന്നൊക്കെ സച്ചി പറയുന്നത് കേട്ട് നിന്ന് വിയർക്കുന്നുണ്ട് കേട്ടോ ശ്രുതി. ചന്ദ്രമതി ഉടനെ തന്നെ ലക്ഷ്മിയമ്മയെയും അനിയനെയും വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട്. അവര് വന്ന ഉടനെ തന്നെ വെറും കൈയായിട്ടാണ് വന്നിരിക്കുന്നത്. എവിടെ എന്റെ കാശ് എന്ന് ചോദിക്കുമ്പോൾ വേണ്ട അമ്മേ, അമ്മ വലിയ തെറ്റാണ് ചെയ്യുന്നതെന്നൊക്കെ രേവതി ചന്ദ്രയോടായിട്ട് പറയുന്നുണ്ട് കേട്ടോ. എന്റെ വീടിനകത്ത് കയറി എന്റെ മണം മോഷ്ടിച്ചവളാണ് നിന്റെ അനിയൻ എന്നൊക്കെ പറയുമ്പോൾ ചന്ദ്രമതി പറയുമ്പോൾ ഞാൻ എടുത്തിട്ടില്ല ആന്റി എന്ന് പറയുന്നുണ്ട് കേട്ടോ രേവതിയുടെ അനിയൻ. ചന്ദ്ര വീണ്ടും പറയുന്നുണ്ട്, ഈ വീട്ടിൽ പുറത്തു നിന്ന് വന്ന ഒരാൾ നീയാണ്, നീ വന്നതിന് ശേഷമാണ് എന്റെ പണം കാണാതെ പോയത്, എന്റെ പണം തന്നോ അല്ലെങ്കിൽ പോലീസിനെ വിളിച്ചു വരുത്തുന്നൊക്കെ ചന്ദ്ര പറയുമ്പോൾ നീ തെറ്റൊന്നും ചെയ്തിട്ടില്ല, പിന്നെ ഒന്നും പേടിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അവനെ ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ. ചന്ദ്ര വീണ്ടും പറയുന്നുണ്ട്, എല്ലാം എന്റെ തെറ്റാണ്, റോഡിലൂടെ പോകുന്നവരെയൊക്കെ കുടുംബത്ത് കയറ്റിയാൽ ഇങ്ങനെയൊക്കെയല്ലേ സംഭവിക്കൂ എന്ന് ചന്ദ്ര വീണ്ടും അവരെ കുത്തുവാക്ക് പറഞ്ഞ് അധിക്ഷേപിക്കുകയാണ് കേട്ടോ. ഇവൻ പണം എടുത്തിട്ടില്ല എന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്താന്ന് ചോദിച്ചു സച്ചി ചന്ദ്രയുടെ നേരെ ചൂടാവുന്നുണ്ട്. ആ കാശ് എടുത്തെങ്കിൽ നീ കൊടുത്തേക്ക് എന്നൊക്കെ ശ്രുതി രേവതിയുടെ അനിയനോട് പറയുമ്പോൾ അത് കേട്ട് സച്ചിക്കും ശരിക്കും ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്റെ അച്ഛൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം നിന്റെ ഭർത്താവ് എന്ന് പറയുന്ന ഈ മാന്യനാണ് എടുത്തത്, എന്നിട്ട് ഇതുവരെ തിരിച്ചു തന്നിട്ടില്ല, അതാദ്യം കൊടുക്കാൻ പറ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെ വായടപ്പിക്കുന്നുണ്ട് സച്ചി. എടാ ശ്രുതി, നീ പോലീസിനെ വിളിക്കുന്ന ചന്ദ്ര പറയുമ്പോൾ അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് പരുങ്ങാണ് കേട്ടോ ശ്രുതി നിന്നിട്ട്. പോലീസ് വരട്ടെ രേവതി, നീ ധൈര്യമായിട്ട് ഇരിക്കുക, നീ പോലീസിനെ വിളിക്കുമെന്ന് ശ്രുതിയോടായിട്ട് സച്ചി പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പോലീസിനെ വിളിക്കാനായിട്ട് ഫോൺ എടുക്കുകയാണ് ശ്രുതി. ഇതേ സമയം തന്നെ ഒരു കൊറിയറുകാരൻ അവിടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ആരാ ശ്രുതി എന്ന് ചോദിച്ചതിന് ശേഷം നിങ്ങൾ ആൻഡമാനിലേക്ക് പോകാനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തതിന്റെ ടിക്കറ്റും അതിന്റെ ബാക്കി പൈസയായെന്നും പറഞ്ഞുകൊണ്ട് അത് ആ ഒരു കവറ് ശ്രുതിയെ ഏൽപ്പിക്കുന്നുണ്ട് കേട്ടോ. ആ കവറ് വാങ്ങിച്ച് ഉടനെ തന്നെ ശ്രുതി റൂമിലേക്ക് പോകാൻ തുടങ്ങുന്നതും സച്ചിയാണെങ്കിൽ ഉടനെ പുറകേട്ട് വന്നിട്ട് നീ ഒന്ന് അവിടെ നിന്ന് ആ കവർ ഇങ്ങതായെന്ന് പറഞ്ഞുകൊണ്ട് ആ കവർ ശ്രുതിയുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങുകയാണ്. തുടർന്ന് ആ കവർ എല്ലാവരെയും കാണിച്ചുകൊണ്ട് സച്ചി പറയുന്നുണ്ട്, ഈ കവർ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായോ, അച്ഛൻ ഈ കവറിൽ ഇട്ടിട്ടാണ് കാശ് അമ്മയെ ഏൽപ്പിച്ചത്, കള്ളൻ കപ്പലിൽ തന്നെയാണ് അച്ഛ, പണം മോഷ്ടിച്ചത് ശ്രുതി തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കള്ളക്കളി ശ്രുതിയുടെ കള്ളക്കളി അവിടെ തെളിയിക്കാണ് കേട്ടോ. തെളി സഹിതം പിടികൂടുകയാണ് കേട്ടോ സച്ചി ചെയ്യുന്നത്. പോലീസിനെ വിളിക്കണമെന്ന് നമ്മൾ പറഞ്ഞില്ലേ, എന്താ വിളിക്കാത്തതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ചന്ദ്രയോടായിട്ട് രേവതി. അപ്പോൾ ചന്ദ്രയാണെങ്കിൽ ആകെ നാണം കിട്ടുന്നില്ല.
നിൽക്കുകയാണ്. രേവതിയുടെ അമ്മ ചന്ദ്രയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ചേച്ചി ഞങ്ങളെ എന്ത് വേണമെങ്കിലും പറയാമെന്ന് കരുതിയോ? ഞങ്ങൾ ആരുടെയും 1 രൂപ പോലും ഇതുവരെ എടുത്തിട്ടില്ല, നന്നായിട്ട് അധ്വാനിച്ച് ജീവിക്കുന്നവരാണ് ഞങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയം ശ്രുതിയെ രൂക്ഷമായിട്ട് നോക്കുകയാണ് കേട്ടോ ശ്രുതിയാണെങ്കിൽ തല മുമ്പിട്ട് നിൽക്കുകയാണ്. അപ്പൊ ചെയ്യാത്ത തെറ്റിന് എന്റെ കുടുംബത്തെ വിളിച്ചു വരുത്തി അപമാനിച്ചില്ലേ, ഇപ്പൊ എന്താ അമ്മയുടെ നാവ് ഇറങ്ങി പോയോ എന്നൊക്കെ രേവതി ചോദിക്കുമ്പോ അതെങ്ങനെ മിണ്ടാൻ പറ്റും, അവരുടെ പുന്നാര മോനല്ലേ ശ്രുതി എന്ന് പറയുന്നുണ്ട് കേട്ടോ സച്ചിയും അവിടെ നിന്നുകൊണ്ട്. എടി മേക്കപ്പ് ഇട്ട് കൊടുക്കുന്നുള്ളേ, മോഷ്ടിച്ച കാശും കൊണ്ടാണോ നീയൊക്കെ ഹണിമൂണിന് പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അവരെ കളിയാക്കം ചെയ്യുന്നുണ്ട്. ശ്രുതി എന്താ ഒന്നും പറയത്തേന്ന് ശ്രുതി ചോദിക്കുമ്പോൾ ശ്രുതിയാണെങ്കിൽ ആകെ നാണം കെട്ട് നിൽക്കുകയാണ് കേട്ടോ, ഉത്തരം മുട്ടി നിൽക്കുകയാണ്. തുടർന്ന് ഈ പണം എങ്ങനെ നിന്റെ കയ്യിൽ വന്നേ എന്ന് രവീന്ദ്രൻ ചോദിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ചന്ദ്രമതി ഇടപെട്ടുകൊണ്ട് പറയുന്നുണ്ട്, അയ്യോ എൻ്റെ ഒരു ഓർമ്മത്തെറ്റ്, ഞാൻ തന്നെയാണ് ഈ പണം ഇവനെ ഏൽപ്പിച്ചത്. അത് ടിക്കറ്റ് ഹണിമൂണിന് പോകാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ഈ കാശ് ഇവനെ ഏൽപ്പിച്ചത് ഞാൻ തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അവിടെ ന്യായീകരിക്കുക. സച്ചിയെ രക്ഷിക്കുന്നുണ്ട് കേട്ടോ ചന്ദ്ര. ഞാൻ തന്നെയാണ് അവന് കാശ് കൊടുത്തത്, എൻ്റെ ദൈവമേ എൻ്റെ ഒരു മറവി എന്നൊക്കെ ചന്ദ്ര പറയുമ്പോൾ നിന്റെ ഒരാളുടെ ഓർമ്മപ്പിശക് കാരണം രേവതിയുടെ അനിയൻ കുറ്റക്കാരിയായില്ലേ, നീ അവരോട് മാപ്പ് ചോദിച്ച് മതിയാവൂ എന്നൊക്കെ പറയുമ്പോൾ എന്നോട് ക്ഷമിക്കണം, ഞാൻ പറയാൻ പാടില്ലാത്തതൊക്കെ നിങ്ങളോട് പറഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ മുന്നിൽ മര്യാദ കാണിക്കുകയാണ് കേട്ടോ ചന്ദ്ര ചെയ്യുന്നത്. തുടർന്ന് രേവതിയോടായിട്ട് നീ എന്നോട് ക്ഷമിക്കണം രേവതി, ഒന്നും മനസ്സിൽ വെക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചേച്ചിയാണെങ്കിൽ ഇതെല്ലാം കണ്ടുകൊണ്ട് ആക്ടിങ് ഗംഭീരമായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കൈയടിക്കുകയാണ്. മികച്ച നടിക്കുള്ള അവാർഡ് നിങ്ങൾക്ക് തന്നെ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശരിക്കും ചന്ദ്രയെ വാരുന്നുണ്ട് കേട്ടോ സച്ചി. അതിനുശേഷം ലക്ഷ്മിയമ്മയെയും രേവതിയുടെ അനിയനെയും അവിടെ നിന്ന് സമാധാനിപ്പിച്ച് പറഞ്ഞയക്കുന്നുണ്ട് കേട്ടോ സച്ചി. ശേഷം കള്ളം പറഞ്ഞു മകനെ നിങ്ങൾ രക്ഷിച്ചില്ലേ, എടാ കള്ളൻ സുധി, എത്ര നാൾ നീ ഇങ്ങനെ കള്ളം പറഞ്ഞ് രക്ഷപ്പെടും, നമുക്ക് കാണാമെന്ന് സച്ചി ശ്രുതിയോടായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ശ്രുതിയാണെങ്കിൽ ശ്രുതിയെ രൂക്ഷമായിട്ട് നോക്കി മുറിയിൽ കയറി വാതിലടയ്ക്കാണ്. തുടർന്ന് ചന്ദ്രമതി ആണെങ്കിൽ കണ്ണുകൊണ്ട് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയിട്ട് തന്റെ റൂമിലേക്ക് വരാൻ ശ്രുതിയോട് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പൊ ശ്രുതി വരുന്നതും ചന്ദ്ര തലങ്ങും വിലങ്ങും ശ്രുതിയെ തല്ലുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നീ കാരണം ഒറ്റൊരാൾ കാരണം ഞാൻ അവരുടെയൊക്കെ മുന്നിൽ നാണം കിട്ടില്ലേ, ആ കാശ് നീ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ തന്നെ നിനക്ക് എടുത്തു തരുമായിരുന്നില്ലേ, ആ പൂക്കടക്കാരിയുടെയും അവളുടെ വീട്ടുകാരുടെയും മുന്നിൽ ഞാൻ നാണം കിട്ടില്ലേ എന്നൊക്കെ ചന്ദ്ര ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അതൊക്കെ പോകട്ടെ എന്ന് വെക്കാം, ആ ശ്രുതിക്ക് നിന്റെ എല്ലാ കള്ളത്തരങ്ങളും മനസ്സിലായില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും ചന്ദ്ര ശ്രുതിയെ അടിക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയം രേവതിയാണെങ്കിൽ മുറിയിലിരുന്ന് കരയാണ്. അപ്പോൾ സച്ചി വന്നിട്ട് പറയുന്നുണ്ട്, നീ കരയരുത് രേവതി, അവരുടെ സ്വഭാവം നിനക്ക് അറിയാവുന്നതല്ലേ, നിന്റെ അനിയൻ എത്ര നല്ലവനാ, അതുകൊണ്ടാണ് തക്ക സമയത്ത് ദൈവം അവനെ രക്ഷിച്ചത്, നിന്റെ അമ്മയും അനിയനും കുടുംബം എന്ന് പറഞ്ഞ് എൻ്റെ കൂടിയല്ലേ എന്നൊക്കെ രേവതിയെ ആശ്വസിപ്പിക്കുന്നുണ്ട് സച്ചി. പക്ഷെ രേവതി പറയുന്നുണ്ട്, അവരുടെ മനസ്സിൽ വീണുപോയ ആ വേദന അത്ര പെട്ടെന്ന് മാഞ്ഞു പോകും, ഇനി അവർ ഈ വീട്ടിലേക്ക് വരൂ എന്നൊക്കെ രേവതി ചോദിക്കുമ്പോൾ നിന്റെ അമ്മയും അനിയനും അനിയത്തി എന്നൊക്കെ പറഞ്ഞ് എൻ്റെ കൂടി സ്വന്തം അല്ലേ, അവർക്ക് നമ്മളല്ലേ ഉള്ളൂ എന്നൊക്കെ സച്ചി പറയുന്നത് കേട്ട് സന്തോഷമാവുകയാണ് കേട്ടോ രേവതിക്ക്. തുടർന്ന് സച്ചി ഓടി ചെന്ന് കട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ രേവതി. ഇത് കണ്ട് സച്ചി പെട്ടെന്ന് ഷോക്ക്ഡ് ആവുന്നുണ്ടെങ്കിലും സച്ചി രേവതിയുടെ മുടിയിൽ തലോടുകയും അവളെ കെട്ടിപ്പിടിച്ച് രേവതിക്ക് ഉമ്മ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിറ്റേന്ന് രാവിലെ 11 മണിയായിട്ടും രേവതി എണീറ്റ് വരാത്തതിനെ തുടർന്ന് ചന്ദ്രയാണെങ്കിൽ ഇവൾ ഇതുവരെ എണീറ്റില്ലേ, ഒരു ചായ പോലും ഉണ്ടാക്കിയിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പരിതപിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തുടർന്ന് ചന്ദ്ര അവരുടെ റൂമിൽ വാതിലിൽ ചെന്ന് തട്ടി വിളിക്കുന്നതും രേവതിയാണെങ്കിൽ റൂം തുറന്ന് ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി മുറിയിൽ നിന്നും ഇറങ്ങി ഓടുന്നത് കാണുമ്പോൾ ഇവൾക്കിത് എന്ത് പറ്റി, എന്താ ഇത്രയൊക്കെ സന്തോഷിക്കാനായിട്ട് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ, ഇങ്ങനെ പോയാൽ ഇവൾക്കൊരു കുഞ്ഞിനെ, ഇവൾ അധികം വൈകാതെ ഒരു കുഞ്ഞിനെ പ്രസവിക്കുമല്ലോ എന്നൊക്കെ ചിന്തിച്ചു കൂട്ടാണ് കേട്ടോ ചന്ദ്ര ചെയ്യുന്നത്.